എ വെരി ഹാപ്പി സൺഡേ. ചർച്ചും മൂവി ഡേയുമായിരുന്നു. നുണക്കുഴി ജിതു ജോസഫിൻ്റെ പടമായിരുന്നു. ഇറ്റ് വാസ് എ വെരി ഗുഡ് മൂവി. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കമൻട്രിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു 12:55 ഷോയിന് പോയി. 3 ഒക്കെ ആയപ്പോഴേക്കും കഴിഞ്ഞു. അത് കഴിഞ്ഞതോടെ ഞങ്ങളുടെ വിശപ്പും നല്ലോണം ഞങ്ങൾക്ക് മനസ്സിലായി. ചേച്ചി പറഞ്ഞു ഇവിടെ ദുബായിൽ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പരിചയപ്പെടുത്താം. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് റെസ്റ്റോറൻറ്റ്. എനിക്ക് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അമ്മറിയാണ്ട് ഇങ്ങനെ ഓർഡർ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെച്ച് പിടിക്കുന്നുണ്ടായിരുന്നു ദുബായിലോട്ട്. കാരണം ഇടയ്ക്ക് വെച്ച് പോപ്കോൺ അങ്ങനെയൊക്കെ വെച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായി. അങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന്. എൻ്റെ സ്ഥിരം സ്വഭാവമാണ് ഇങ്ങനെ അറ്റത്ത് സൈഡിലിരിക്കുക എന്നുള്ളത്. എനിക്ക് നടുക്കിരിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ അതിൻ്റെ ഒരു കോൺസ് എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ സ്ലാബ്ഡായി പോകും മൊത്തത്തിൽ. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ എനിക്ക് സ്നാപ്പിൽ ഓരോ ഫിൽറ്റർ വെച്ച് ട്രൈ ചെയ്യും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇറിറ്റേറ്റ് ചെയ്യും. അമ്മ, ഡാഡിനെയും പോലും ഞാൻ വെറുതെ വിട്ടില്ല. അപ്പോൾ ആ അറ്റത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവരെയൊക്കെ അങ്ങനെ ആ ഒരു ജോക്കർ ലുക്ക് പൊട്ടിയാക്കിയിട്ട് അങ്ങനെ സൈഡ് ചെയ്ത് പാസ് ചെയ്ത് പോകുമ്പോഴാണ് എൻ്റെ ഫേവറേറ്റ് ദുബായ് ഫ്രെയിം കാണുന്നത്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്, സൽക്കാര. പിന്നെ ഞങ്ങൾ കയറിയിരുന്നു. മീൽസ് ടൈമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഓരോന്നതിനെ ബിരിയാണി അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളത്. എൻ്റെ എപ്പോഴും ഒന്ന് ഓർഡർ ചെയ്യുന്ന ചിക്കൻ നൂഡിൽസാണ്. അത് തന്നെ പറഞ്ഞു. അങ്ങനെ ഓർഡറൊക്കെ കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, ദൈവമേ ഫുഡ് വേഗം വരണേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിരുന്ന്. ദിസ് ഇസ് മൈ സിസ്റ്റർ. എന്താ ചെയ്യണമെന്ന് ഒരു പാവത്തിനൊരു പിടിയില്ല. ആൻഡ് വി വെർ ഓൾ വെയിറ്റിംഗ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ നമുക്കിട്ട് പണിയിടാമെന്ന് പറയില്ലേ, അത് കൃത്യമായിട്ട് അവരുടെ എല്ലാവരുടെയും വന്നു, എൻ്റെ മാത്രം വരുന്നില്ല. അങ്ങനെ വിസ്മിച്ച് ഞാൻ വെയിറ്റർ ചേട്ടനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. പാവൻ്റെ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര ദയനീയമായ നോട്ടം. ഉടനെ തന്നെ എൻ്റെ ചിക്കൻ നൂഡിൽസ് എത്തിച്ചു. പിന്നെ എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് വാരലും തീറ്റയൊക്കെ തുടങ്ങി. പിന്നെ അങ്ങോട്ടൊന്നും അത് മാത്രം എടുത്തില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ഷേക്കും കൂടി അടിച്ച് ടമ്മി ടൈം എല്ലാം കഴിഞ്ഞു. ടമ്മി ഫില്ലായി. ഓൾ ഗുഡ്, ഓൾ ഹാപ്പി എന്ന പോലെയായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി സ്ഥിരം ഏത് ഹോട്ടലിൽ പോയാലും അവിടെ എന്തെങ്കിലും ജീരക മിഠായിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെറുക്കിയെടുക്കും. ഞാനും ഡാഡി അമ്മയും. ചേച്ചിക്ക് പിന്നെ ഇത്ര ഇഷ്ടമല്ല. ചേച്ചിയും ചേട്ടനും അധികം അത് എടുക്കില്ല. ഞങ്ങളാണ് അതിൻ്റെ മെയിൻ ആൾക്കാർ. ഇതാണ് പറഞ്ഞ മറീന വാക്കെന്നാണെന്ന് എൻ്റെ വിശ്വാസം. ചേച്ചിയോട് ചോദിച്ചിട്ട് പറയാം. അവർക്കൊക്കെ ഇങ്ങനത്തെ പ്ലേസസിനെ പറ്റി നല്ല ധാരണയാണ്. സോ ഇനിയിപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു നിർബന്ധമാണ്, അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കണം, അങ്ങനെ ഇരിക്കരുത്. പുള്ളിക്കാരി ഇച്ചിരി ആക്റ്റീവ് ജില്ലെന്നൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. സോ കാണിച്ചിട്ടാവേ. ചൂട് എന്ന് പറഞ്ഞാൽ അസാമാന്യ ചൂട്. ചൂടത്ത് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് നടക്കുകയും വേണം, അതിനൊപ്പം വിയർക്കുകയും ചെയ്യും. അത് വേറെ. പക്ഷെ ഇതിൻ്റെ വ്യൂവ് നല്ല വ്യൂ ആട്ടോ. ഈ ടൈമിൽ ഞാൻ നോക്കുന്നത്, ഈ ടൈമിൽ തിരക്ക് കുറവില്ല. മൈ ഡിസിഷൻ വാസ് റോങ്. മുടി കഴിച്ചിട്ടത് അതുകൊണ്ട് വേഗം പൊക്കി കെട്ടി വെച്ചു. എൻ്റെ ചേച്ചി മെടഞ്ഞിട്ടു. അപ്പം ഞാൻ കളിയാക്കി. പക്ഷേ ഞാനിപ്പോൾ എന്താണെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട്